ഹലോ ഗായ്സ്, ഇന്ന് പതിവില്ലാതെ ഞാൻ നേരത്തെ എണീറ്റ് പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? നമ്മുടെ കൃപാസനം പള്ളിയിലേക്കാണ് കേട്ടോ. ഇന്നാണ് ഒക്ടോബർ 25 അഖണ്ഡ ജപമാല റാലി നടക്കുന്ന ദിവസമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? രാവിലെ എണീറ്റ് കുളിച്ച് അത്യാവശ്യം റെഡിയാക്കി ആയിട്ട് നേരെ നമ്മൾ ഇറങ്ങി. പക്ഷെ നല്ല മഴയായിരുന്നു പുറത്ത്. മഴയൊക്കെ ഉണ്ടെങ്കിലും രാവിലെ എണീറ്റ് നല്ലപോലെ പ്രാർത്ഥിച്ചു എല്ലാ കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നേരെ നമ്മൾ പോയി ബസ് സ്റ്റാൻഡിലേക്ക്. ഇവിടെ വന്നത് ഈ സമയം ഇത്രയും ആയിട്ടും ഒരൊറ്റ വണ്ടി പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നവരെല്ലാം ഒരു വണ്ടിക്ക് വേണ്ടി ഓടുന്നവരാണ്. പിന്നെ ഒരു തോപ്പുംപടി വണ്ടിക്ക് കയറിയിട്ട് എക്സ്റേ കവല എന്ന് പറയുന്ന ഒരു കവലിലിറങ്ങി. കുറേ അങ്ങോട്ട് മാറി നിന്ന് ഒരുപാട് വണ്ടിക്ക് കൈ കാണിച്ചിട്ടും ഒരൊറ്റ വണ്ടി പോലും എൻ്റെ മുമ്പിൽ നിർത്തിയില്ല. പിന്നെന്താ ചെയ്യുക? പ്രാർത്ഥിക്കുക. പതിവ് പോലെ തന്നെ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ദാണ്ട് നോക്കുക, ഒരു KSRTC ബസ്. ആ ബസ് ശരിക്കും പറഞ്ഞാൽ അവിടെ നിർത്തേണ്ട കാര്യമില്ല, പക്ഷേ അവിടെ നിർത്തി. എനിക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചെറിയൊരു സ്പേസ് മാത്രം അവിടെ ഉണ്ടായിരുന്നു. അവിടെയുള്ള ഒരാൾക്കാരും എന്നോട് മോശമായിട്ട് പെരുമാറിയില്ല. പക്ഷേ ഒരു ബാഗ് പോലും പിടിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ അവിടെ സുഖിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അങ്ങനെയും കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്നേ. എന്തായാലും നേരത്തെ കൈ കാണിച്ച ആൾക്കാർക്കൊക്കെ മുന്നേ തന്നെ നമ്മുടെ ബസ് പള്ളിയിലെത്തിയിട്ടുണ്ട്. ഞാനിതെൻ്റെ 3ാമത്തെ തവണയാണ് കേട്ടോ ഇവിടെ റാലി കൂടാൻ വരുന്നത്. കഴിഞ്ഞ വർഷം ഈ റാലിയിലെ ഒരു വോളണ്ടിയർ ആയിരുന്നു ഞാൻ. മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇന്നേക്ക് 21 വർഷങ്ങൾ തികയാണ് കേട്ടോ. കാണുന്ന പോലെയൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. ആദ്യം പോയി വിമല മാതാവിനെ ഒന്ന് കണ്ടു. പിന്നെ നേരെ നമ്മുടെ അമ്മ മാതാവിനെ കാണാൻ വേണ്ടി പോയി. നല്ല തിരക്കായതുകൊണ്ടും ഒരുപാട് ദൂരം പോകേണ്ടത് കൊണ്ടും ഞാൻ അധികം നേരെ ഇവിടെ നിന്നില്ല. ഇതാണ് നമ്മുടെ കൃപാസന മാതാവ്. ഇനി നമുക്കെന്തായാലും റാലിയിലേക്ക് കടക്കാം. ഇത് കടന്നു ചെല്ലുന്നത് നേരെ സോഷ്യോയിലേക്കാണ് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഒരു കടൽ പോലെയാണ് ആളുകൾ. എന്തായാലും ഇവിടെ നിൽക്കുന്ന വോളണ്ടിയേഴ്സ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇനി കഴിഞ്ഞ വർഷം ഞാൻ വോളണ്ടിയറായിട്ട് നിന്ന സ്ഥലം എവിടെയാണ് നിങ്ങൾക്ക് കാണണ്ടേ? അത് കാണിച്ചു തരാം. എന്ത് കഴിക്കും, കുടിക്കും, എത്ര ദൂരം പോകണം, എത്ര കിലോമീറ്റർ ഉണ്ട്, എങ്ങനെ പോകും, എങ്ങനെ വരും, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും എൻ്റെ ഉള്ളിലില്ല. എത്രത്തോളം സഹിക്കാൻ പറ്റുന്നോ അത്രത്തോളം ഈ യാത്ര സഹിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കുറവുകളില്ല, കുറ്റങ്ങളില്ല, വേദനകളില്ല, സങ്കടങ്ങളില്ല, ഒന്നും ഉള്ളിൽ വയ്ക്കാറില്ല. ഈ കാണുന്ന 30ാമത്തെ നമ്പർ കണ്ടോ? ഇതാണ് പൊള്ളയത്തെ എന്ന് പറയുന്ന സ്ഥലം. ഇവിടുത്തെ സെൻറ്റ് മേരീസ് കുരിശിൻ്റെ അടുത്താണ് ഞാൻ കഴിഞ്ഞ വർഷം വോളണ്ടിയറായിട്ട് നിന്നത്. ദൈവം എന്നെ നിശ്ചയിച്ചത് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ പ്രൊഫൈലിൽ ചെന്നിട്ട് കൃപാസനം ഹൈലൈറ്റ് നോക്കിയാൽ മതി കേട്ടോ. എന്തായാലും ഇപ്പം നമുക്ക് ഇവിടുന്ന് പോകാം. മാരാരിക്കുളം വരെ നല്ല വെയിലും അതിനുശേഷം മഴയുമായിരുന്നു. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കില്ല. ജനക്ഷേമം, ചെത്തി, കണിച്ചുകുളങ്ങര, തിരുവിഴ ഒക്കെ താണ്ടി നമ്മളെത്തുന്നത് അത്തങ്കലേക്കാണ്. ഏതാണ്ട് 1 മണിയോളമായി ഞാനിവിടെ എത്തുമ്പോൾ. മാതാവിൻ്റെ അവസാനം വന്ന രൂപമാണിത്. ഏറ്റവും ആദ്യം വന്ന രൂപം പള്ളിയുടെ അകത്ത് ഇവിടെയുണ്ട്. തിരിച്ചു പോകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ലേ. എന്തായാലും ആളെന്നെ തിരിച്ചെത്തിച്ചിട്ടുണ്ട്.